ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഫോർത്ത് ക്ലാസ്സാണ്. ഫോർത്ത് ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് BNSS ആണ്. നമ്മൾ പഠിക്കുന്നത് BNSS ചാപ്റ്റർ 2 സെക്ഷൻ 15 ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. സെക്ഷൻ 15 എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ കുറിച്ച് നമ്മൾ പഠിച്ചതിൽ സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെയാണ് നമ്മൾ സെക്ഷൻ 15 പഠിക്കുന്നത്. സെക്ഷൻ 15 സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് നമ്മൾ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വേണമെന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ മജിസ്ട്രേറ്റുമാരെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാരെ അപ്പോയിൻറ്റ് ചെയ്യാമെന്നും അതിലൊരാളെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആക്കാമെന്നും അവരുടെ പവറുകൾ അവരുടെ സബ് ഡിവിഷനിൽ കൊടുക്കുമ്പോൾ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ആക്കാമെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വേണമെങ്കിൽ, ഞാനത് വായിക്കുന്നില്ല, പറഞ്ഞു തരികയാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വേണമെങ്കിൽ ഒരു പ്രത്യേക ടേമിലേക്ക് ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് ഒരു പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക പെർഫോമൻസിന് വേണ്ടിയിട്ട് ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോലീസ് ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് SI എന്നാണ് പറയുന്നത്, സൂപ്രണ്ടൻ്റ് ഓഫ് പോലീസ് ഓർ ഇക്വലൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പം സെക്ഷൻ 15 പറയുന്നത് സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വേണമെങ്കിൽ മേ അപ്പോയിൻ്റ് എന്നാണ് പറയുന്നത്. ഒരു ടേമിലേക്ക് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അല്ലെങ്കിൽ എനി പോലീസ് ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് സൂപ്രണ്ടൻ്റ് ഓഫ് പോലീസ് or equivalent to be a special executive, equivalent to be known as special executive magistrate എന്നാണ്. ഒരു പ്രത്യേക ഏരിയയിലേക്കായിരിക്കും ഒരു പ്രത്യേക പെർഫോമൻസിന് വേണ്ടിയിട്ടായിരിക്കും അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ സെക്ഷൻ 15 നമ്മൾ പഠിക്കുന്നത്. ഇനി അടുത്ത സെക്ഷൻ 16 നമ്മൾ നോക്കുന്നത്. സെക്ഷൻ 16 പറയുന്നത് ലോക്കൽ ജൂറിസ്ഡിക്ഷൻ ഓഫ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്. നമ്മൾ ആദ്യം മുതലേ പഠിച്ചു വരുന്നുണ്ട്, ജൂറിസ്ഡിക്ഷനെ കുറിച്ച് പഠിച്ചു വരുന്നുണ്ട്. അതിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനുള്ള ജൂറിസ്ഡിക്ഷനാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. ലോക്കൽ ജൂറിസ്ഡിക്ഷൻ ഓഫ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്ന് പറയുമ്പോൾ സെക്ഷൻ 16 ക്ലോസ് 1 പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് സബ്ജക്റ്റ് ടു ദി കൺട്രോൾ ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് മേ ഫ്രം ടൈം ടു ടൈം, അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വേണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കൺട്രോളോടുകൂടി ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് വേണമെങ്കിൽ ഒരു ഏരിയ നിശ്ചയിക്കാം, ഒരു ലോക്കൽ ലിമിറ്റ് നിശ്ചയിക്കാം. അത്തരം എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാർ ആ പവറോ അല്ലെങ്കിൽ അവർ എക്സസൈസ് ചെയ്യുന്ന കൊടുക്കുന്ന എല്ലാ പവറോ ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. മനസ്സിലായില്ല? അതായത് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കൺട്രോളോടുകൂടി ഒരു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് സമയാസമയങ്ങളിൽ ഒരു ലോക്കൽ ലിമിറ്റ്സ് നിശ്ചയിക്കാനുള്ള അധികാരമുണ്ട്. അത്തരത്തിലുള്ള എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാർ, അതായത് ഏത് മജിസ്ട്രേറ്റിനോടാണോ ഈ ലോക്കൽ ജൂറിസ്ഡിക്ഷൻ നിങ്ങൾ അതിനകത്തുള്ള കേസുകൾ എടുത്താൽ മതി എന്ന് പറയുന്നത്, അവർക്ക് ആ ഏരിയയിലോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പവർ കൊടുക്കുകയാണെങ്കിൽ ആ ഏരിയയിലോ പെർഫോം ചെയ്യാമെന്നാണ് സെക്ഷൻ 16 ക്ലോസ് 1 പറയുന്നത്. ഇനി ക്ലോസ് 2 പറയുന്ന എക്സെപ്റ്റ് ആസ് അതർവൈസ് പ്രൊവൈഡഡ് ബൈ സച്ച് ഡെഫിനിഷൻ ദ ജൂറിസ്ഡിക്ഷൻ ആൻഡ് പവേഴ്സ് ഓഫ് എവരി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഷാൽ എക്സ്റ്റെൻഡ് ത്രൂ ഔട്ട് ദ ഡിസ്ട്രിക്റ്റ്. വേണമെങ്കിൽ ആ ഏരിയ എന്ന് പറയുന്നത്, ആ പർട്ടിക്കുലർ ഏരിയ എന്ന് പറയുന്നത് ആ ത്രൂ ഔട്ട് ദ ഡിസ്ട്രിക്റ്റ് വ്യാപിപ്പിക്കാം എന്നുള്ളതാണ് പറയുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ആ ത്രൂ ഔട്ട് ആ ഡിസ്ട്രിക്റ്റിലേക്ക് ഈ ഏരിയ വ്യാപിപ്പിക്കാൻ കഴിയുമെന്ന് പറയുന്നു. ഇത് രണ്ടുമാണ് 16 നമ്മൾ പഠിക്കുന്നത്. ഇനി അടുത്ത് 17 പഠിക്കുന്നത്. 17 സബോർഡിനേഷൻ ഓഫ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്നാണ്. നമ്മളെപ്പോഴും പഠിക്കുന്നുണ്ട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്ന് പറയുന്ന ഹെഡ് ഓഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് എന്ന് നമ്മൾ പഠിക്കുന്നില്ലേ. അതുപോലെ ഇവിടെ നമുക്ക് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ താഴെയാണ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാരുള്ളത്. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ താഴെ, അതായത് ഓൾ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഷാൽ ബി സബോർഡിനേറ്റ് ടു ദ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് കേന്ദ്രീകരിച്ചാണ് എല്ലാ സബോർഡിനേറ്റീവ് മജിസ്ട്രേറ്റുമാർ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാരും ഉള്ളത്. പിന്നീട് നമ്മൾ പറയുന്നത് അതർ ദാൻ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ്, സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് അല്ലാതെ ഉള്ള എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാർ ഒരു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ താഴെ ആയിരിക്കും എന്നാണ് പറയുന്നത്. പിന്നീട് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് ഒരു റൂൾ മേക്കിംഗ് പവർ ഉണ്ടെന്നും സ്പെഷ്യൽ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാനുള്ള പവറുണ്ട്. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് മേ ഫ്രം ടൈം ടു ടൈം മേക്ക് റൂൾസ് ഓർ ഗീവ് സ്പെഷ്യൽ ഓർഡേഴ്സ്. അത് നമ്മൾ നേരത്തെ
പറഞ്ഞു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് കുറേ പവർ കൊടുക്കുന്നുണ്ട്. അതിലൊരു പവറാണ് സമയാസമയങ്ങളിൽ റൂൾ മേക്കിംഗ് പവറുണ്ട്. എന്തിനാണ്? ഗീവ് സ്പെഷ്യൽ ഓർഡേഴ്സ് കൺസിസ്റ്റൻറ്റ് വിത്ത് ദി സംഹിത. എപ്പോഴും ഏതൊരു റൂൾ മേക്കിംഗ് പവർ ആയാലും എന്തായാലും അത് ഈ പറയുന്ന സംഹിതയുടെ അടിസ്ഥാനത്തിലായിരിക്കണം. ആസ് ടു ദ ഡിസ്ട്രിബ്യൂഷൻ ഓർ അലൊക്കേഷൻ ഓഫ് ബിസിനസ് എമംഗ് ദ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് സബോർഡിനേറ്റ്. അയാളുടെ താഴെയുള്ള മജിസ്ട്രേറ്റുമാർ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാർക്ക് ബാധകമായിരിക്കുന്ന റൂളുകൾ ആയിരിക്കണം. അപ്പോൾ ഇതിത്രയാണ് സബോർഡിനേഷൻ ഓഫ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനകത്ത് നമ്മൾ പഠിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് 18 അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ LLB കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കും വക്കീലന്മാരായിട്ടുള്ള ആൾക്കാർക്കും എല്ലാം മനസ്സിലാക്കി വെക്കേണ്ട ഒരു ടോപ്പിക്കാണ്. സെക്ഷൻ 18 ചാപ്റ്റർ 2 സെക്ഷൻ 18 പറയുന്നതാണ് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ്. മനസ്സിലായല്ലോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ്. അപ്പോൾ അത് ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. അത് കുറച്ചുണ്ട്, ഇടയ്ക്കിടയ്ക്കൊന്ന് വായിക്കാം. Every High Court, the central government or state government shall, after consultation with the High Court, appoint a public prosecutor and may also appoint one or more additional public prosecutors for conducting in such case any prosecution, appeal or other proceedings on behalf of the central government or state government as the case may be. Provided that for National Capital Territory of ഡൽഹിയിലാണ് അത് നമുക്ക് അടുത്ത് പറയാം. അതായത് ഇപ്പോൾ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ എവരി ഹൈക്കോർട്ട്, എല്ലാ ഹൈക്കോടതികളിലും സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഷാൽ ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് ഹൈക്കോർട്ട്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ഹൈക്കോടതിയുമായി കൺസൾട്ട് ചെയ്തുകൊണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യും. എന്നിട്ട് എന്താണ്? ആൻഡ് മേ ഓൾസോ അപ്പോയിൻറ്റ്, അതിനോടൊപ്പം അവരെന്ത് ചെയ്യും? അപ്പോയിൻറ്റ് അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പബ്ലിക് പ്രോസിക്യൂട്ടറും അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറും. എടുത്ത് പറയാൻ കാര്യം അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ വേറെ വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിനെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പം ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറിനെയും ഒന്നിൽ കൂടുതൽ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിനെയും നിയമിക്കും. ആരാ നിയമിക്കുന്നത്? സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് ഹൈക്കോർട്ട്. അതാണ് പോയിന്റ്. അടുത്ത പോയിന്റ്, നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹിയിലാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഷാൽ ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് ഹൈക്കോർട്ട് ഓഫ് ഡൽഹി അപ്പോയിൻറ്റ് ദ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് ഓർ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് സെക്ഷൻ. അപ്പം ഇതേപോലെ തന്നെ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് ഹൈക്കോർട്ട് ഓഫ് ഡൽഹി ഹൈക്കോടതിയുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷം പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിനെയോ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. രണ്ട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ? നമ്മൾ ഹൈക്കോടതിയിൽ പബ്ലിക് പ്രോസിക്യൂട്ടറിനെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പറഞ്ഞു. ടെറിട്ടറി ഓഫ് ഡൽഹിയിലാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റും ഹൈക്കോർട്ട് ഓഫ് ഡൽഹിയുമായി ചേർന്ന് കൺസൾട്ട് ചെയ്തുകൊണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിനെ നിയമിക്കും, അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറിനെ നിയമിക്കുമെന്ന് പറഞ്ഞു. ഇനി ക്ലോസ് 2 പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് മേ അപ്പോയിൻറ്റ് വൺ ഓർ മോർ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് ഫോർ ദ പർപ്പസ് ഓഫ് കണ്ടക്ടിങ് എനി കേസ് ഇൻ എനി ഡിസ്ട്രിക്റ്റ് ഓർ ലോക്കൽ ഏരിയ. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് വേണമെങ്കിൽ ഒന്നോ അതിലധികമോ ഒന്നോ അല്ലെങ്കിൽ മോർ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിന് ജില്ലാ തലത്തിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതാണ് ക്ലോസ് 2 പറയുന്നത്. പിന്നെ ക്ലോസ് 3 പറയുന്നത് എല്ലാ ജില്ലയിലും എവരി ഡിസ്ട്രിക്ട് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്, അവിടെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കാര്യം പറയുന്നു. സ്റ്റേറ്റ് ഗവൺമെൻറ് ഷാൽ അപ്പോയിൻ്റ് എ പബ്ലിക് പ്രോസിക്യൂട്ടർ, ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറിനെയും മെനി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യും. അപ്പോൾ മേ ഓൾസോ അപ്പോയിൻറ്റ് വൺ ഓർ മോർ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് ഫോർ ദ ഡിസ്ട്രിക്റ്റ്. അപ്പോൾ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറും ഒന്നിൽ കൂടുതൽ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് വെച്ചാൽ അഡീഷണൽ ജില്ലാ കോടതികളുണ്ട് അല്ലേ, അവിടത്തേക്ക് ഒന്നിൽ കൂടുതൽ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യും. ഫോർ വൺ ഡിസ്ട്രിക്ട് എന്നിട്ട് additional public prosecutor for one district may be appointed also to be a public prosecutor or an additional public prosecutor as the case may be for another district. ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ഡിസ്ട്രിക്റ്റിൽ അദ്ദേഹത്തിന് അപ്പോയിൻറ്റ് ചെയ്യാനുള്ള അധികാരവും ഉണ്ട്. അതും കൂടെ ഇവിടെ പറയുന്നുണ്ട്.
അപ്പോൾ ഒന്നും കൂടെ ഞാനത് വായിക്കാം. എവരി ഡിസ്ട്രിക്ട് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഷാൽ അപ്പോയിൻറ്റ് എ പബ്ലിക് പ്രോസിക്യൂട്ടർ ആൻഡ് മേ ഓൾസോ അപ്പോയിൻറ്റ് വൺ ഓർ മോർ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഫോർ ദ ഡിസ്ട്രിക്ട് പ്രൊവൈഡഡ് ദാറ്റ് പ്രൊവൈസോ ആണ് പറയുന്നത് that the public prosecutor, public prosecutor or additional public prosecutor appointed for one district, ഒരു ഡിസ്ട്രിക്ട് ജില്ലയിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് വേണമെങ്കിൽ may be appointed also to be a public prosecutor or an additional public prosecutor as the case may be for another district. ആ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് വേണമെങ്കിൽ അടുത്തൊരു ജില്ലയിലെ പിന്നെ ചുമതലയേൽക്കുന്നതിൽ കുഴപ്പമില്ല എന്നും പറയുന്നുണ്ട്. ഇനി ക്ലോസ് 4-ൽ ദ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഷാൽ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ സെഷൻസ് ജഡ്ജ്. അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കോമൺ ആയിട്ടുള്ള ഒരു വ്യക്തി പോലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഷാൽ, അതായത് ജില്ലാ മജിസ്ട്രേറ്റ്. നമ്മളുടെ നാട്ടിൽ ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ പവർ കൊടുക്കുന്നത് കളക്ടർക്കാണ്. കളക്ടർക്ക് ഷാൽ ഇൻ കൺസൾട്ടേഷൻ വിത്ത് സെഷൻസ് ജഡ്ജ്, ഇപ്പം ജില്ലാ ജഡ്ജിയുമായി കൺസൾട്ട് ചെയ്തുകൊണ്ട് ഒരു പാനൽ പ്രിപ്പയർ ചെയ്യാം. പ്രിപ്പയർ എ പാനൽ ഓഫ് നെയിം ഓഫ് പേഴ്സൺസ്, ആരൊക്കെയാണ് ഹു ആർ ഇൻ ഹിസ് ഒപ്പീനിയൻ ഫിറ്റ് ടു ബി അപ്പോയിൻറ്റഡ് ആസ് എ പബ്ലിക് പ്രോസിക്യൂട്ടർ. പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ ഫിറ്റായിട്ടുള്ള ആൾക്കാരുടെ ഒരു പാനൽ തയ്യാറാക്കാം. ഓർ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് ഫോർ ദ ഡിസ്ട്രിക്റ്റ്. അപ്പം ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കാനുള്ള അധികാരമുണ്ട്. അപ്പം ജില്ലാ മജിസ്ട്രേറ്റിന് ജില്ലാ ജഡ്ജിയുമായി കൺസൾട്ട് ചെയ്തുകൊണ്ട് ഒരു പാനൽ പ്രിപ്പയർ ചെയ്യാനുള്ള അധികാരമുണ്ട്. ക്ലോസ് 5-ൽ പറയുക, നോ പേഴ്സൺ ഷാൽ ബി അപ്പോയിൻറ്റഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ആസ് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഫോർ ദ ഡിസ്ട്രിക്ട് അൺലെസ് ഹിസ് നെയിം അപ്പിയേഴ്സ് ഇൻ ദ പാനൽ ഓഫ് നെയിംസ് പ്രിപ്പയർഡ് ബൈ ദ മജിസ്ട്രേറ്റ് അണ്ടർ സബ്സെഷൻ 4. ഈ പറയുന്ന സബ്സെഷൻ 4-ൽ പറയുന്ന ആ പാനൽ ഓഫ് നെയിം ഉണ്ടല്ലോ, ആരെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യാന്നുള്ള, ആ പാനൽ ഓഫ് നെയിമിൽ ഇല്ലാത്ത ആരെയും അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. നോട്ട് വിത്ത്സ്റ്റാൻഡിങ് ഇൻ സബ്സെഷൻ 5 വേർ ഇൻ എ സ്റ്റേറ്റ് ദെയർ എക്സിസ്റ്റ് എ റെഗുലർ കേഡർ ഓഫ് പ്രോസിക്യൂട്ടിംഗ് ഓഫീസേഴ്സ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഷാൽ അപ്പോയിൻറ്റ് എ പബ്ലിക് പ്രോസിക്യൂട്ടർ ഓർ ആൻ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ only from among the person constituting such a cadre, provided that where in the opinion of the state government no suitable person is available such a cadre for such appointment, that the government may appoint a person as public prosecutor or additional public prosecutor as the case may be from the panel prepared by the district magistrate under subsection 4. അപ്പോൾ ഒരു റെഗുലർ കേഡർ ഉണ്ടായിരിക്കും. ഒരു റെഗുലർ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ ഒരു കേഡർ ഓഫ് പ്രോസിക്യൂട്ടിംഗ് ഓഫീസേഴ്സിൻ്റെ ഒരു കേഡർ ഉണ്ടായിരിക്കും. അതിൽ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറോ അല്ലെങ്കിൽ പബ്ലിക് പ്രോസിക്യൂട്ടറോ അതിൽ നിന്നും അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും. വേറെ സച്ച് ഒപ്പീനിയൻ ദാറ്റ് അങ്ങനെ ഒരു സ്യൂട്ടബിൾ പേഴ്സൺ ഇല്ലെന്നുണ്ടെങ്കിൽ പബ്ലിക് പ്രോസിക്യൂട്ടറിനെ പാനലിൽ നിന്നും പ്രിപ്പയർ ചെയ്തെടുക്കാം, അറേഞ്ച് ചെയ്തെടുക്കാം എന്നാണ് പറയുന്നത്. ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് സബ്സെഷൻ, regular cadre of public prosecutors means a cadre of prosecuting officers which includes therein the post of public prosecutor by whatever name called and which provides for the promotion of assistant public prosecutor whatever name called to that post. അപ്പോൾ അവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ പിന്നെ മെച്ചുവറായിട്ട് വരുന്ന ഒരു പാനലായിരിക്കും. ആ പാനലിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഇനി പ്രോസിക്യൂട്ടിംഗ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ആരാണ്? മീൻസ് എ പേഴ്സൺ ബൈ വാട്ട് എവർ നെയിം കാൾഡ് അപ്പോയിൻറ്റഡ് ടു പെർഫോം ദി ഫംഗ്ഷൻ ഓഫ് എ പബ്ലിക് പ്രോസിക്യൂട്ടർ ഓർ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഓർ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഉണ്ട്. അപ്പം പ്രോസിക്യൂട്ടിംഗ് ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഹിതയിൽ, അതായത് BNSSൽ പറയുന്ന പ്രോസിക്യൂട്ടർ ആവാം, പബ്ലിക് പ്രോസിക്യൂട്ടർ ആവാം, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആവാം, അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആവാം. A person shall be eligible to appoint as the public prosecutor or additional public prosecutor under this section or subsection 2, 3 or 6 only has been practicing advocate for not less than 7 years. അപ്പോൾ അതാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നമ്മളൊരു പാനൽ തയ്യാറാക്കുമെന്ന് പറഞ്ഞു. ആ പാനൽ തയ്യാറാക്കുമ്പോൾ 7 വർഷത്തിൽ പ്രാക്ടീസുള്ള അഡ്വക്കേറ്റ്സ് വേണം ഈ പാനലിലേക്ക് അപേക്ഷിക്കാൻ. അതായത് ഒരു നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷനകത്ത് 7 വർഷം പ്രാക്ടീസുള്ള ആൾക്കാർക്ക് പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിക്കാം. അപ്പോൾ കളക്ടർക്ക് കൺസൾട്ടേഷൻ വിത്ത്
ജില്ലാ ജഡ്ജി സെഷൻസ് ജഡ്ജുമായിട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ട് ആ പാനലിൽ നിന്ന് ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെയും അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറെയും തിരഞ്ഞെടുക്കാനുള്ള അധികാരമുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് പിന്നെ നമ്മൾ പറയുന്ന സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ കാര്യം പറയുന്നുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് മേ അപ്പോയിൻറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് എനി കേസ് or class of case a person who has been practicing as an advocate for not less than 10 years as a special public prosecutor, provided that the court may permit the victim to engage an advocate of his choice to assist the prosecution under this subsection. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ഒരു വിക്ടിമിനെ ഒരു പ്രോസിക്യൂട്ടറെ തിരഞ്ഞെടുക്കാനുള്ള അധികാരമുണ്ട്. ഇപ്പോൾ ജിഷ കൊലപാതക കേസിനകത്തോ ഭാവനയുടെ കേസിനകത്തൊക്കെ എന്ത് ചെയ്യാം, പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ പക്ഷേ അവർക്ക് എന്ത് ചെയ്യാം, ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിനോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോ എത്രയാണ്, നോട്ട് ലെസ് ദാൻ 10 years പ്രാക്ടീസുള്ള അഡ്വക്കേറ്റ്സിൻ്റെ പാനലിൽ നിന്നും ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അവർക്ക് ഈ പബ്ലിക് പ്രോസിക്യൂട്ടറെ അസിസ്റ്റ് ചെയ്യാനും കഴിയും. Service of a public prosecutor or an additional or assistant public prosecutor or other prosecutor of whatever name can be deemed to be a period during which such a person has been practicing as an advocate. ആ പ്രാക്ടീസിങ് അഡ്വക്കേറ്റ്സിൻ്റെ ആ പീരീഡിലായിരിക്കും എന്താണ് ഇവർക്ക് ഈ പദവികൾ കിട്ടുന്നത്. അപ്പോൾ മനസ്സിലായില്ല, ഇത് ഇത്രയാണ് സെക്ഷൻ 18 നമ്മൾ പഠിക്കുന്നത്. ഇനി നമുക്ക് 19 പഠിക്കാം, അസിസ്റ്റൻ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, പബ്ലിക് പ്രോസിക്യൂട്ടർമാർ, അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ, അസിസ്റ്റൻ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാരെന്ന് പറയരുത്. കാര്യം അസിസ്റ്റൻ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ നമുക്ക് അടുത്തതായി പഠിക്കാൻ വരും എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മളിവിടെ 19 സെക്ഷൻ 19 പറയുന്നത് അസിസ്റ്റൻ്റ് പബ്ലിക് പ്രോസിക്യൂട്ടറിനെയാണ്. അസിസ്റ്റൻ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ State government shall appoint every district one or more assistant public prosecutors for conducting prosecution in court of magistrate. അപ്പോൾ അവിടെ എന്താണ് ഇമ്പോർട്ടൻ്റ് വന്നിരിക്കുന്നത്, അസിസ്റ്റൻ്റ് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് മജിസ്ട്രേറ്റ് കോടതികളിലാണ്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതികളിലും ജുഡീഷ്യൽ സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതികളിലും ആണ് എന്ത് ചെയ്യുന്ന അസിസ്റ്റൻ്റ് പബ്ലിക് പ്രോസിക്യൂട്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെൻറ് മേ അപ്പോയിൻറ്റ് വൺ ഓർ മോർ അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് ഫോർ ദ പർപ്പസ് ഓഫ് കണ്ടക്ടിങ് എനി കേസ് ഓർ ക്ലാസ് ഓഫ് കേസസ് ഇൻ കോർട്ട് ഓഫ് മജിസ്ട്രേറ്റ്. ഒരു കേസിനോ ഒന്നിൽ കൂടുതൽ, അങ്ങനെ എന്നല്ല, അവിടുത്തെ കേസുകൾ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടുള്ള കേസുകൾ കണ്ടക്ട് ചെയ്യുന്നതെല്ലാം ഇവരാണ്. വിത്തൗട്ട് പ്രൊജുഡിസ് ടു ദ പ്രൊവിഷൻ കണ്ടെയ്ൻഡ് ഇൻ സബ്സെക്ഷൻ 1 or 2, അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അവൈലബിൾ ഫോർ ദ പർപ്പസ് ഓഫ് എനി പർട്ടിക്കുലർ കേസ്, ദ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് മേ അപ്പോയിൻറ്റ് എനി അതർ പേഴ്സൺ ടു ബി ദ അസിസ്റ്റൻറ്റ് പബ്ലിക്. അപ്പോൾ അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അവൈലബിൾ ആവുന്ന സാഹചര്യങ്ങളിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് any other person to be the assistant public in charge of that case after giving notice to 14 days to the state government. 14 ദിവസത്തെ നോട്ടീസ് കൊടുത്തിട്ട് ജില്ലാ മജിസ്ട്രേറ്റിന് ഒരു അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടറിനെ വെക്കാനായിട്ടുള്ള അധികാരമുണ്ട്. പ്രൊവൈഡഡ് ദാറ്റ് നോ പോലീസ് ഓഫീസർ ഷാൽ ബി എലിജിബിൾ ടു ബി അപ്പോയിൻറ്റ്. പോലീസ് ഓഫീസർമാരെയൊന്നും പബ്ലിക് പ്രോസിക്യൂട്ടറായി അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. He has taken any part in the investigation to the offense. Prosecutor, if he has taken any part in the investigation to the offense with respect to which the accused is being prosecuted or below the rank of inspector. അങ്ങനെയാണ് അതിന് പ്രൊവൈസോ പറഞ്ഞിട്ടുണ്ട്. ഇൻസ്പെക്ടറിന് താഴെയുള്ള അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷന് പാർട്ടായിട്ടുള്ള ആൾക്കാരെ ഈ അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ എലിജിബിൾ അല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതാണ് അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ. അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് PSC ടെസ്റ്റ് വഴിയാണ്. APPമാരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് PSC ടെസ്റ്റ് വഴിയാണ്. കേരള സ്റ്റേറ്റ് PSCയിൽ നിയമനം നടത്തിക്കൊണ്ടാണ് അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ നിയമിക്കുന്നത്. ഇനി സെക്ഷൻ 20 ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷൻ. അപ്പോൾ നമ്മൾ ഇതുവരെയും പഠിച്ചത് പബ്ലിക് പ്രോസിക്യൂട്ടർമാരാണ്. ഇനി ഇവർക്ക് എല്ലാവർക്കും കൂടെ ഉള്ളൊരു ഹെഡ് ഓഫ് പ്രോസിക്യൂഷൻ ഉണ്ട്. അതാണ് ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത്. അത് കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാനത് എളുപ്പത്തിൽ അതിൻ്റെ അർത്ഥങ്ങളായിട്ട് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതായിട്ട് പറഞ്ഞുതരാം. അത് കുറേ വായിക്കാനുണ്ട്. സെക്ഷൻ 20 Clause 1 ഓരോ ജില്ലയിലും സ്റ്റേറ്റ് ഗവൺമെൻറ് ഓരോ പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ നിയമിക്കും. ആവശ്യമുള്ളിടത്ത് അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാരെയും
നിയമിക്കും. അവർ ജില്ലാ കോടതികളിൽ ഗവൺമെൻറ്റിന് വേണ്ടി കേസ് നടത്തും. അപ്പോൾ ഒരു പബ്ലിക് പ്രോസിക്യൂഷനിലെ ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷനാണ് നമ്മൾ പറയുന്നത്. സെക്ഷൻ 20 ക്ലോസ് 1 പറയുകയാണ്, ഓരോ ജില്ലയിലും സ്റ്റേറ്റ് ഗവൺമെൻറ് ഓരോ പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ നിയമിക്കും. ആവശ്യമുള്ളിടത്ത് അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ നിയമിക്കും. അവർ ജില്ലാ കോടതികളിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കേസ് നടത്തും. ഇനി അടുത്ത സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉണ്ട്. അവർക്ക് ഗവൺമെൻറ്റിന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ 7 വർഷത്തെ പ്രാക്ടീസുള്ള അഡ്വക്കേറ്റ്സിനെ ആയിരിക്കും സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് അവരെ നിയമിക്കുന്നത്. പിന്നെ അവർക്കുള്ള അപ്പോയിൻമെൻറ്റ് ഓരോ ജില്ലയിലും ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് സെഷൻസ് ജഡ്ജിയുമായിട്ട് ആലോചന നടത്തി PPയെ പബ്ലിക് പ്രോസിക്യൂട്ടറിനെ തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞു. സെൻട്രൽ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടുള്ള പബ്ലിക് പ്രോസിക്യൂഷനെ നിയമിക്കുമെന്ന് പറഞ്ഞു. ഡിസ്ട്രിക്ട് കോർട്ട് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിലും അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ നിയമിക്കും. ഇങ്ങനെ APPമാരില്ലെങ്കിൽ മറ്റൊരാളെ നിയമിക്കാനായിട്ട് പോലീസുകാർ അനുവദിക്കുന്നതല്ല. ഇതെല്ലാം നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങളിൽ ഉള്ള. ഞാൻ സെക്ഷൻ 20 ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷനാണ് ഇപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നത്. ഈ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വേണമെങ്കിൽ ഒരു ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനെയും ഒന്നിൽ കൂടുതൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനെയും നിയമിക്കാം. മനസ്സിലായില്ല? ഡെപ്യൂട്ടി ഡയറക്ടർ. അപ്പോൾ ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷൻ, ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഒരു ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷൻ ഉണ്ട്. അതായത് പ്രോസിക്യൂഷൻസിൻ്റെ എല്ലാം ഒരു ഹെഡായിട്ടുള്ള ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷൻ ഉണ്ട്. അതിൽ നമുക്ക് ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനെ നിയമിക്കാൻ പറ്റും, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനെ നിയമിക്കാം. ഡിസ്ട്രിക്ട് ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷൻ ഇൻ എവരി ഡിസ്ട്രിക്ട്. അപ്പോൾ സ്റ്റേറ്റിലെ കാര്യമാണ് ആദ്യം ക്ലോസ് എയിൽ പറയുന്നത്. ക്ലോസ് ബിയിൽ വരുമ്പം ഡിസ്ട്രിക്ട് ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷനിൽ എല്ലാ ജില്ലയിലേക്കും ഡെപ്യൂട്ടി ഡയറക്ടേഴ്സിനെയും അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനെ നിയമിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു, ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്ന ഒരു ഓഫീസുണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന്. അവരാണ് ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനെയും ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനെയും നിയമിക്കുന്നത്. പിന്നീട് ക്ലോസ് ബിയിൽ പറയാണ്, ഡിസ്ട്രിക്ട് ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷന് ആരെ നിയമിക്കും? ഡെപ്യൂട്ടി ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷനെയും അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിനെയാണ് നിയമിക്കുന്നത്. A person shall be eligible to be appointed as a director of prosecution or deputy director of prosecution if he has been practicing as an advocate for not less than 15 years as it has been a sessions judge. അപ്പോൾ 15 വർഷത്തെ പ്രാക്ടീസ് ഉള്ള ഒരു അഡ്വക്കേറ്റ് നോട്ട് ലെസ് ദാൻ 15 ഇയേഴ്സ് ആയിരിക്കണം. അല്ലെങ്കിൽ ഒരു ഹി ഓർ ഹാസ് ബീൻ എ സെഷൻസ് ജഡ്ജ്, അല്ലെങ്കിൽ ഒരു സെഷൻസ് ജഡ്ജ് ആയിരിക്കണം. അങ്ങനെയുള്ളവരെയാണ് എന്ത് ചെയ്യുന്നത്? ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനായിട്ട് അല്ലെങ്കിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് നിയമിക്കുന്നത്. മനസ്സിലായല്ലോ? 3 കാര്യങ്ങൾ പറഞ്ഞു. ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്നൊരു ഓഫീസുണ്ട് ഗവൺമെൻറ്റിന്. അവർ ഡിസ്ട്രിക്ട് ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനെ നിയമിക്കും, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനെ നിയമിക്കും. രണ്ടാമത്തെ ക്ലോസിൽ പറയുന്നു, ഡിസ്ട്രിക്ട് ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷൻ ഉണ്ട് എല്ലാ ജില്ലകളിലും. അവർ ഡെപ്യൂട്ടി ഡയറക്ടേഴ്സിനെയും ഒന്നിൽ കൂടുതൽ ഡെപ്യൂട്ടി ഡയറക്ടേഴ്സിനെയും അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിനെയും നിയമിക്കും. ക്ലോസ് ബി ക്ലോസ് 2 പറയുകയാണ്, ഒരു ആൾ എലിജിബിൾ ആവണമെങ്കിൽ ഒന്നുകിൽ 15 ഇയേഴ്സ് 15 വർഷം പ്രാക്ടീസ് ഉള്ള ഒരു അഡ്വക്കേറ്റോ അല്ലെങ്കിൽ ഒരു സെഷൻസ് ജഡ്ജോ ആണെങ്കിൽ മാത്രമേ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനോ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനോ ആയിട്ട് നിയമിതനാവാൻ പറ്റുള്ളൂ. As an assistant director of prosecution, he has been practicing as an advocate for not less than 7 years or has been a magistrate of first class. അസിസ്റ്റൻ്റ് ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ആവണമെങ്കിൽ ഒന്നുകിൽ അയാളൊരു പ്രാക്ടീസിങ് അഡ്വക്കേറ്റ് 7 വർഷം പ്രാക്ടീസുള്ള ഒരു അഡ്വക്കേറ്റോ അല്ലെങ്കിൽ ഒരു മജിസ്ട്രേറ്റോ ഫസ്റ്റ് ക്ലാസ്സോ ആയിരിക്കണം. ആരാണ്? അസിസ്റ്റൻ്റ് ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ആവണമെങ്കിൽ 7 വർഷത്തെ പ്രാക്ടീസോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റോ ആയിരിക്കണം. ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷൻ ഷാൽ ബി ഹെഡഡ് ബൈ ദി ഡയറക്ടർ പ്രോസിക്യൂഷൻ ഹൂ ഷാൽ ഫംഗ്ഷൻ അണ്ടർ ദി അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് ദി ഹോം ഡിപ്പാർട്ട്മെൻറ്റ്. സ്റ്റേറ്റിൻ്റെ ഹോം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൺട്രോൾ വഹിക്കുന്ന ആളാണ് ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ. ദ ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷൻ ഷാൽ ബി ഹെഡഡ്. ഈ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ആണ് ഈ പറയുന്ന ഓഫീസ് ഉണ്ടല്ലോ, ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്ന ഓഫീസിന് ഹെഡ് ചെയ്യുന്ന ആളാണ് ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് അഡ്മിനിസ്ട്രേറ്റീവ് പവറാണ്, ഹോം ഡിപ്പാർട്ട്മെൻറ്റിന് അഡ്മിനിസ്ട്രേറ്റീവ് പവറാണ് കൊടുത്തിരിക്കുന്നത്. Every deputy director of prosecution or assistant director of prosecution shall be subordinate to the director of prosecution and every assistant director of prosecution shall be subordinate to the deputy director of prosecution. അത് നിങ്ങൾ എഴുതി ഇങ്ങനെ പഠിച്ചാൽ മതി. അതായത് എല്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനും അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ്റെ താഴെയായിരിക്കും. നമ്മളിപ്പം
CJM GFMCയുടെ മുകളിലാണ്, അല്ലെങ്കിൽ JFMC CJMന്റെ താഴെയാണ് എന്ന് നമ്മൾ പഠിക്കുന്നില്ലേ, അതുപോലെ പഠിച്ചാൽ മതി. എല്ലാ ഡയറക്ടറേറ്റ് ഓഫ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ആയിരിക്കും അവരുടെ സബോർഡിനേറ്റ് വരുന്നത്. ആൻഡ് എവരി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് ഡെപ്യൂട്ടി ഡയറക്ടറുടെ അസിസ്റ്റന്റ് ആയിരിക്കും. എവരി പബ്ലിക് പ്രോസിക്യൂട്ടർ ഓർ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആൻഡ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അപ്പോയിൻറ്റഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് അണ്ടർ സബ്സെക്ഷൻ 1 സെക്ഷൻ 8 ഓഫ് 18 നമ്മൾ ആരെയൊക്കെ പഠിച്ചത്? പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ, അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ പഠിച്ചത്. അവർ ടു കണ്ടക്ട് കേസസ് ഇൻ ദ ഹൈക്കോർട്ട് ഷാൽ ബി സബോർഡിനേറ്റ് ഓഫ് ദി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ. അപ്പോൾ ഈ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനാണ് ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷനെ ഹെഡ് ചെയ്യുന്നത് ഹോം ഡിപ്പാർട്ട്മെൻറ്റിൽ. അവരാണ് ഈ പറയുന്ന അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറിനെയും പബ്ലിക് പ്രോസിക്യൂട്ടറിനെയും, അസിസ്റ്റന്റ് അല്ല അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറിനെയും പ്രോസിക്യൂട്ടറിനെയും എല്ലാം ഹെഡ് ചെയ്യുന്നത്. എവരി പബ്ലിക് പ്രോസിക്യൂട്ടർ, അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആൻഡ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് വരെ കേസുകൾ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെഡ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ആരാണ്? ഈ പറയുന്ന ഡെപ്യൂട്ടി ഡയറക്ടറാണ്. പിന്നെ under the subsection 1 shall be subordinate to the deputy director or assistant director of prosecution. The powers and function of the director of prosecution shall be to monitor cases in which offences are punishable for 10 years or more, or life with imprisonment with death, or to expedite the proceedings and to give opinion in filing of appeal. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളിപ്പോൾ ഒരു കേസ് കാണുമ്പോഴത്തേക്കും ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ നടത്തിയ കേസ് കൊള്ളാം, ആ പ്രതിയെ ഇത്ര വർഷത്തേക്ക് ശിക്ഷിച്ചു, അല്ലെങ്കിൽ ആ പ്രതിയെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പബ്ലിക് പ്രോസിക്യൂട്ടറിൻ്റെ ജോലി അവിടെ കഴിയുന്നില്ല. പകരം എന്ത് വരും? ഈ ഡയറക്ടറേറ്റ് ഓഫ് പബ്ലിക് പ്രോസിക്യൂഷൻ എന്ത് ചെയ്യും? ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ എന്ത് ചെയ്യും? ഈ കേസ് എടുത്ത് സ്റ്റഡി ചെയ്തിട്ട് ഇത് അപ്പീൽ പോകണോ, അല്ലെങ്കിൽ ഇയാളെ വിട്ടത് ശരിയാണോ, അല്ലെങ്കിൽ ഇയാളെ കൺവിക്റ്റ് ചെയ്തത് ശരിയാണോ, അല്ലെങ്കിൽ അക്വിറ്റ് ചെയ്തത് ശരിയാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇദ്ദേഹം അന്വേഷിക്കും. അതാണ് അവരുടെ ജോലി. The powers and functions of Deputy Director of Prosecution shall be examine and scrutinize police report and monitor the cases in which offences are punishable for 7 years or more or less than 10 years for ensuring their expedience. അപ്പോൾ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഡെപ്യൂട്ടി ഡയറക്ടർമാരുടെ ജോലി എന്തുവാണ്? ഈ പറയുന്ന, അതായത് 7 വർഷത്തിൽ താഴെയുള്ള ഒഫൻസുകൾ പണിഷബിൾ ഫോർ 7 years ഓർ മോർ ആൻഡ് ലെസ് ദാൻ 10, 7-നും 10-നും ഇടയ്ക്കുള്ള കേസുകൾ, 7-നും 10-നും ശിക്ഷ വരുന്ന കേസുകളെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആര്? ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ. ദ ഫംഗ്ഷൻ ഓഫ് ദി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ഷാൽ ബി മോണിറ്റർ കേസസ് ഇൻ വിച്ച് ഒഫൻസസ് ആർ പണിഷബിൾ ഫോർ ലെസ് ദാൻ 7 years. അപ്പോൾ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ആവശ്യം എന്തിനാണ്? അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ്റെ ആവശ്യം എന്താണ്? 7 വർഷത്തിൽ താഴെയുള്ള, ലെസ് ദാൻ 7 years താഴെയുള്ള പണിഷ്മെൻറ്റ് വരുന്ന കേസുകൾ അത് കൺവിക്റ്റ് ചെയ്തോ അക്വിറ്റ് ചെയ്തോ, അല്ലെങ്കിൽ കൺവിക്റ്റ് ചെയ്ത് എന്തുകൊണ്ടാണ്, അക്വിറ്റ് ചെയ്ത് എന്തുകൊണ്ടാണ്, അതൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോട്ട് വിത്ത്സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ സബ്സെക്ഷൻ 7, 8, 9, ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ഷാൽ ഹാവ് ദ പവർ to deal with and be responsible for all proceedings under this Sanhita. The other powers and functions of the Director of Prosecution, Deputy Director of Prosecution, Assistant Director of Prosecution, and the areas for which each of the Deputy Director of Prosecution or Assistant Director of Prosecution have been appointed shall be such state government may not be. അങ്ങനെ അവർക്കുള്ള ഏരിയകൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് നിശ്ചയിച്ചു കൊടുക്കുന്നത്. ദ പ്രൊവിഷൻ ഓഫ് ദിസ് സെക്ഷൻ ഷാൽ നോട്ട് അപ്ലൈ ടു ദ അഡ്വക്കേറ്റ് ജനറൽ ഫോർ. ഈ പ്രൊവിഷനൊന്നും അഡ്വക്കേറ്റ് ജനറലിന് ആപ്ലിക്കബിൾ അല്ല വൈൽ പെർഫോമിംഗ് ദി ഫംഗ്ഷൻ ഓഫ് ദി പബ്ലിക് പ്രോസിക്യൂട്ടർ. അപ്പോൾ വൈൽ പെർഫോമിംഗ് ദി ഫംഗ്ഷൻസ് ഓഫ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് അതിനുള്ള ശരി. അപ്പോൾ ഒന്ന് എളുപ്പത്തിൽ ഒന്ന് പറഞ്ഞു തരാം, ശ്രദ്ധിച്ചോ. ചിലപ്പം കുറേ കൺഫ്യൂസിങ് ആവും. കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഒരു പേന എടുത്തുകൊണ്ട് നിങ്ങൾ ഡയറക്റ്റായിട്ട് എഴുതി പഠിക്കുക. എന്താണ്? സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. ആ ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷനകത്ത് ഒരു ഡയറക്ടറുണ്ട്, ഒന്നിൽ കൂടുതൽ ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷനുണ്ട്, ഒന്നിൽ കൂടുതൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ഉണ്ട്. അപ്പോൾ പറഞ്ഞല്ലോ, ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷനിൽ ഒരു ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനുണ്ട്, ഡെപ്യൂട്ടി ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷനുണ്ട്, ഡയറക്ടേഴ്സ് ഓഫ് പ്രോസിക്യൂഷൻ. പിന്നെ ഡിസ്ട്രിക്റ്റിലും അതേപോലെ ഡെപ്യൂട്ടി ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷനും അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനെയും നിയമിക്കുന്നുണ്ട്. ഇവരെല്ലാം അപ്പോയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇവർ 15 വർഷം പ്രാക്ടീസ് ഉള്ളവരോ അല്ലെങ്കിൽ സെഷൻസ് ജഡ്ജോ ആണെങ്കിൽ മാത്രമേ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 15 വർഷമായി അഡ്വക്കേറ്റായി പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ സെഷൻസ് ജഡ്ജ് ആയിരിക്കണം.
പിന്നെ പറയുന്ന അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആവണമെന്നുണ്ടെങ്കിൽ എന്താവണം? 7 വർഷം പ്രാക്ടീസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു മജിസ്ട്രേറ്റ് ആയിരിക്കണം. മനസ്സിലായല്ലോ? ഇനി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ്റെ ജോലി എന്തുവാണ്? ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവറാണ് അല്ലേ? ഹോം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് പവറാണ് ഈ ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്ന ഹെഡ് ചെയ്തിരിക്കുന്ന ഡയറക്ടർക്ക്. പിന്നെ നമ്മൾ പഠിച്ച എല്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനും അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ എല്ലാവരും സബോർഡിനേറ്റ് ടു ദി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ആണെന്ന് പഠിച്ചു. പിന്നെ ഇവർക്ക് എല്ലാവർക്കും ഓരോ പവർ പറഞ്ഞിട്ടുണ്ട്. ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ അല്ല, എന്നാ ഈ ലൈഫ് ഇംപ്രിസൺമെൻറ്റ്, ഡെത്ത് വരുന്ന കേസുകളൊക്കെ മാനേജ് ചെയ്യാനുള്ള പവർ പറയുന്നുണ്ട്. അതിന് താഴെയുള്ള അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ഏതാണ് 7 ഇയേഴ്സും 10 ഇയേഴ്സിൻ്റെ ഇടയ്ക്കുള്ള കേസുകൾ പിന്നെ മാനേജ് ചെയ്യാനുള്ള പവറുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ ഓരോരുത്തർക്കും അവരവരുടെ ഓരോ രീതി കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊരു പേപ്പറിലായിട്ട് എഴുതി വെച്ചിട്ട് വേണം പഠിക്കാൻ. അപ്പോൾ ഇന്ന കാര്യങ്ങൾ മോണിറ്റർ ചെയ്ത് പോകാനുള്ള അധികാരം ഇവർക്ക് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ പഠിച്ച് തന്നെ വെക്കണം. ഇത് പരീക്ഷയ്ക്കൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതായിട്ടൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വെക്കണം. ചില കാര്യങ്ങളൊക്കെ ഇതിൽ ചിലപ്പോൾ എലിജിബിലിറ്റി ചിലപ്പോൾ ചോദിക്കാം, പിന്നെ പവർ ആൻഡ് ഫങ്ഷൻ ചിലപ്പോൾ ചോദിക്കാം, അങ്ങനെയൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളത് പഠിച്ചു വയ്ക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഓക്കെ, ഇതൊക്കെ നല്ല രസമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ബോറായിട്ട് തോന്നും, പക്ഷെ നമ്മളിതെല്ലാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം മനസ്സിലാക്കി നമ്മൾ പിന്നീട് വരുമ്പോൾ ആരെങ്കിലും ചോദിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം മറുപടികളും കൊടുക്കാനുള്ള ഒരു അവയർനെസ് കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിനെ കുറിച്ച് ക്ലാസ് എടുക്കണമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുക. അപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നല്ലോണം പഠിക്കുക. ഓക്കെ, താങ്ക് യു.